ഫെബ്രുവരി 28-ന് അമേരിക്കയും ഇസ്രയേലും സംയുക്തമായി നടത്തിയ വ്യോമാക്രമണത്തിലാണ് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയി കൊല്ലപ്പെട്ടത്. രാജ്യത്തിന്റെ തലവനെ വധിച്ചാൽ രാജ്യത്തെ തന്നെ അടിയറവ് പറയിക്കാമെന്നാണ് അമേരിക്ക കരുതിയത്. യുദ്ധത്തിന്റെ ആദ്യ ദിവസം തന്നെ ഏറ്റവും ഉന്നതനെ ഇല്ലാതാക്കിയതിനാൽ കഥയിലെ ക്ലൈമാക്സ് ആദ്യമേ പ്രദർശിപ്പിച്ചുവെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉൾപ്പെടെ കരുതിയത്. കാരണം 8 വർഷം നീണ്ട ഇറാഖ് യുദ്ധം അവസാനിച്ചത് ഭരണതലപ്പത്തുള്ള സദ്ദാം ഹുസൈനെ പിടികൂടിയപ്പോഴാണ്. ഇവിടെ തലവനെ ആദ്യമേ വധിച്ചു. അപ്പോൾ ഇനി ആര് നയിക്കുമെന്ന ആശയക്കുഴപ്പമുണ്ടാകും. ഇറാൻ കീഴടങ്ങും. ഹോളിവുഡ് സിനിമകളിൽ കാണുന്ന അമേരിക്കൻ വാർ ഹീറോസിനെ പോലെ അഥവാ യുദ്ധവീരന്മാരെ പോലെ രാജ്യം തന്നെ ആദരിക്കുമെന്ന് ട്രംപ് കരുതിയിട്ടുണ്ടാകും. വിയറ്റ്നാമിൽ 1955 മുതൽ 75 വരെ 20 വർഷം നീണ്ട യുദ്ധം അവസാനിച്ചത് അമേരിക്ക തോറ്റ് പിന്മാറിയാണ്. അതിൻ്റെ ക്ഷീണം മാറ്റാൻ വിയറ്റ്നാമിൽ അമേരിക്കൻ സൈനികർ വിജയക്കൊടി പാറിക്കുന്ന തരത്തിൽ വിയറ്റ്നാമികളെ വില്ലന്മാരാക്കി ചിത്രീകരിച്ച് സിനിമകളുണ്ടാക്കി. റാംബോ 2 എന്ന സിനിമ അതിനുദാഹരണമാണ്. ഇതൊക്കെ കണ്ട് ആനന്ദിച്ച നിരവധി അമേരിക്കക്കാരുണ്ട്. ട്രംപും അത്തരം സിനിമകളുടെ ആരാധകനാണ്. അങ്ങനെ തോന്നിക്കും വിധമായിരുന്നു ഇറാൻ യുദ്ധത്തിൻ്റെ ആദ്യ നാളുകളിലെ പ്രസ്താവനകൾ. പുകൾപെറ്റ ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തികളിൽ ഒന്നായ അമേരിക്കയുടെ മുന്നിൽ ഇറാനൊക്കെ എന്ത്? അങ്ങനെ ചിന്തിച്ച ട്രംപിന് മുന്നിൽ പുതിയൊരു നായകനെ അവതരിപ്പിച്ചു ഇറാൻ. മുജ്തബ ഖമനേയി, അമേരിക്ക വധിച്ച ആയത്തുള്ള അലി ഖമനേയിയുടെ മകൻ. രാവണന്റെ തല പോലെ ഒന്നുപോയപ്പോൾ മറ്റൊന്ന്. ആ തലയും മറുത്തുമാറ്റുമെന്ന് പ്രതിജ്ഞയെടുത്ത ട്രംപിന് പക്ഷേ മുജ്തബയെ വധിക്കാൻ പോയിട്ട് കാണാൻ പോലും കിട്ടാതായി. ഇറാനുമായി കരാറിൽ ഏർപ്പെടാൻ സഹായിച്ചാൽ മുജ്തബ ഖമനേയിയെ കാണുന്നതിന് താൽപ്പര്യമുണ്ട് എന്ന് പോലും പറഞ്ഞു ട്രംപ്. ഒരു താൽക്കാലിക കരാറിൽ എത്തി ഇറാനും അമേരിക്കയും. പക്ഷേ അതിനോട് എതിർപ്പാണ് എന്നും എങ്കിലും സമാധാനത്തിന് വഴിയൊരുങ്ങുകയാണ് എങ്കിൽ നടക്കട്ടെ എന്നുമാണ് മുജ്തബ ഇറക്കിയ പ്രസ്താവന. ട്രംപിനെ കാണാൻ പോയിട്ട് പൊതുമധ്യത്തിൽ പോലും പ്രത്യക്ഷപ്പെട്ടിട്ടില്ല മുജ്തബ ഇതുവരെ. പിതാവ് ആയത്തുള്ള അലി ഖമനേയി കൊല്ലപ്പെട്ട അതേ ആക്രമണത്തിൽ മുജ്തബയ്ക്ക് പരിക്കേറ്റു. ഭാര്യ മരിച്ചു. മുജ്തബ മൃതപ്രായനാണ് എന്നും ജീവനോടെ ഇല്ല എന്നും പരസ്പര വിരുദ്ധമായ റിപ്പോർട്ടുകളാണ് അമേരിക്കൻ ഇസ്രയേലി ചാര ഏജൻസികൾ പുറത്തുവിട്ടത്. മുജ്തബ എവിടെയുണ്ടെന്നോ എത്രത്തോളം ആരോഗ്യവാനാണ് എന്നോ ഇസ്രയേലിന്റെ ചാരസംഘടനയായ മൊസാദിനും അമേരിക്കയുടെ ചാരസംഘടനയായ CIA-ക്കും കണ്ടെത്താനായിട്ടില്ല. ഇവരുടെ നമ്പർ 1 ലക്ഷ്യം അഥവാ ടാർഗറ്റ് മുജ്തബയാണ് എന്ന് പരസ്യമായി പറഞ്ഞതാണ്. 5 മാസം കഴിഞ്ഞിട്ടും ഒന്നും അറിയാൻ കഴിഞ്ഞിട്ടില്ല. കച്ചിത്തുരുമ്പെങ്കിലും കിട്ടിയാൽ അതിൽ പിടിച്ച് ക്ഷമയോടെ ലക്ഷ്യത്തിലേക്ക് എത്തി വർഷങ്ങളുടെ ശ്രമഫലമായി ആളെ വകവരുത്തുന്നതാണ് മൊസാദിന്റെ രീതി. ആ ആക്രമണ രീതിയിൽ ഏറ്റവും പ്രശസ്തമായതും മൊസാദ് അഭിമാനത്തോടെ ഉയർത്തിക്കാട്ടുന്നതുമായ സംഭവം ഇറാൻ ആണവ സാങ്കേതിക വിദ്യയുടെ അമരക്കാരനായ മൊഹ്സൻ ഫക്ർസാദയുടെ കൊലപാതകമാണ്. 2007 മുതൽ മൊസാദിന്റെ ഹിറ്റ് ലിസ്റ്റിൽ ആദ്യ സ്ഥാനങ്ങളിൽ ഇടം പിടിച്ച വ്യക്തിയായിരുന്നു ഫക്ർസാദെ. എന്നാൽ ഫക്ർസാദയെ വധിക്കാൻ ഇസ്രയേൽ പദ്ധതിയിടുന്നത് 2019-ലാണ്. അടുത്ത വർഷം മൊഹ്സൈൻ ഫക്ർസാദയെ വധിച്ചു. സാങ്കേതിക വിദ്യയെ കൂട്ടുപിടിച്ച് കൃത്യമായ പദ്ധതിയോടെ നടപ്പിലാക്കിയ കൊലപാതകത്തിൽ മറ്റൊരു വ്യക്തിക്കും ഒരു പരിക്ക് പോലും ഉണ്ടായില്ല. ഫക്ർസാദെ കൊല്ലപ്പെടുകയും ചെയ്തു. മുന്നിലും പിന്നിലും അകമ്പടിയായി മറ്റു 3 വാഹനങ്ങളും ആയുധമേന്തിയ സുരക്ഷാ ഭടന്മാരുമായി ആയിരുന്നു ഫക്ർസാദയുടെയും ഭാര്യയുടെയും കാർ യാത്ര. കോവിഡ് വ്യാപന കാലമായിരുന്നതിനാൽ റോഡിൽ ആളുകൾ കുറവായിരുന്നു. റോഡരികിൽ നീല നിറത്തിലുള്ള ഒരു പഴയ പിക്കപ്പ് ട്രക്ക് നിർത്തിയിട്ടിട്ടുണ്ടായിരുന്നു. ഏത് റോഡിലും അങ്ങനെ പല വാഹനങ്ങളും ഉണ്ടാകും. പക്ഷേ അതിലൊരു അത്യാധുനിക യന്ത്രത്തോക്കായിരുന്നു. കാർ ട്രക്കിന് ഏതാനും അടുത്തെത്തിയപ്പോൾ ട്രക്കിലെ ലേസർ ക്യാമറകൾ ഫക്ർസാദയുടെ മുഖം സ്കാൻ ചെയ്ത് ആയിരക്കണക്കിന് കിലോമീറ്ററുകൾക്കപ്പുറത്തുള്ള രഹസ്യ കൺട്രോൾ റൂമിലേക്ക് ദൃശ്യമയച്ചു. ലക്ഷ്യമിടുന്ന ആൾ തന്നെയാണ് വാഹനത്തിൽ ഉള്ളത് എന്ന് സന്ദേശം തിരികെ വന്നു. ട്രക്കിൽ ഒളിപ്പിച്ചിരുന്ന AI അധിഷ്ഠിത യന്ത്രത്തോക്ക് കാറിന്റെ വേഗം, കാറ്റിന്റെ ദിശ, വാഹനത്തിന്റെ കുലുക്കം എല്ലാം നിമിഷങ്ങൾക്കകം കണക്കുകൂട്ടി. 3 വെടികൾ. കാറിന്റെ വിൻഷീൽഡിലൂടെ വെടിയുണ്ടകൾ പാഞ്ഞുകയറി. കാറിൽ നിന്ന് പുറത്തിറങ്ങാൻ ശ്രമിച്ച ഫക്ർസാദയുടെ ശരീരത്തിലേക്ക് അവ തറച്ചു. തൊട്ടടുത്തു നിന്ന് വെടിവെച്ച പോലെ. ഒപ്പമുണ്ടായിരുന്ന ഭാര്യയ്ക്ക് പോറൽ പോലും ഏറ്റിട്ടില്ല. പിന്നാലെ ആ പിക്കപ്പ് ട്രക്ക് വൻ സ്ഫോടനത്തിൽ സ്വയം തകർന്നു. സുരക്ഷാ ജീവനക്കാർ കാണുന്നത് ചോരയിൽ കുളിച്ച് അനക്കമില്ലാതെ കിടക്കുന്ന ഫക്ർസാദയെ. സ്പൈ ത്രില്ലറുകളെ പോലും വെല്ലുന്ന പ്രിസിഷൻ സ്ട്രൈക്ക്. ഫക്ർസാദയെ കണ്ടെത്തുന്നതിനും മറ്റും CIA-യുടെ സഹായം ലഭിച്ചിരുന്നതായി റിപ്പോർട്ടുണ്ട്.
അങ്ങനെ വമ്പൻ ഓപ്പറേഷൻ നടത്തിയ മൊസാദിന് ഇപ്പോഴും മുജ്തബയെ കണ്ടെത്താനായിട്ടില്ല. മുജ്തബയുടെ സഹായികളിൽ ആരെയെങ്കിലും കണ്ടെത്തിയാൽ 2024 ലെബനനിലും സിറിയയിലും നടത്തിയ പോലെ പേജർ പൊട്ടിത്തെറിച്ചുള്ള കൊലപാതകമെങ്കിലും ആസൂത്രണം ചെയ്യുമായിരുന്നു. ഒരേ സമയം ആയിരക്കണക്കിന് പേജറുകൾ പൊട്ടിത്തെറിച്ച് 35 പേർ കൊല്ലപ്പെടുകയും 3000-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതാണ്. അത് മൊസാദിൻ്റെ ഡയറിയിൽ സ്വർണ്ണ ലിപികളിൽ എഴുതിയ എപ്പിസോഡാണ് എങ്കിൽ CIA എക്കാലത്തെയും മികച്ച ഓപ്പറേഷനെന്ന് അവർ തന്നെ വിലയിരുത്തുന്നതാണ് ഒസാമ ബിൻ ലാദൻ്റെ വധം. പാകിസ്ഥാനിലെ അബട്ടാബാദിൽ ഒളിച്ചിരുന്ന ഒസാമ ബിൻ ലാദനെ CIA കണ്ടെത്തി വധിച്ചത് ലാദൻ്റെ സന്ദേശവാഹകനെ പിന്തുടർന്നായിരുന്നു. ഇപ്പോൾ പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ മുജ്തബ പ്രസ്താവന ഇറക്കുന്നുണ്ട്. ഇറാനി മാധ്യമങ്ങൾ അത് വായിക്കുന്നുമുണ്ട്. പക്ഷേ ആരാണ് മുജ്തബയുടെ സന്ദേശവാഹകൻ എന്ന് ഇതുവരെ കണ്ടെത്താൻ മൊസാദിനോ CIA-ക്കോ സാധിച്ചിട്ടില്ല. ഇറാനിൽ നിരവധി ഗുഹകളുണ്ട്, ബങ്കറുകളുമുണ്ട്. ഇവയിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന വാഹനങ്ങളുടെയും മനുഷ്യരുടെയും നീക്കങ്ങൾ നിരീക്ഷിക്കുന്നുമുണ്ട്. നിർമ്മിത ബുദ്ധിയുടെയും ലോകത്തിലെ മികച്ച സാങ്കേതിക വിദ്യകളുടെയും സഹായമുണ്ടായിട്ടും മുജ്തബയെ കണ്ടെത്താനാകുന്നില്ല. ഇലക്ട്രോണിക് ഡിജിറ്റൽ ഉപകരണങ്ങൾ മുജ്തബയുടെ 7 അയലത്ത് പോലും ഇല്ല എന്ന് ഉറപ്പിക്കേണ്ടി വരും. കാരണം ലോകത്തിൻ്റെ ഏതു കോണിൽ ഒളിച്ചിരുന്നാലും കണ്ടെത്തുന്ന സാങ്കേതിക വിദ്യയുണ്ട് മൊസാദിനും CIA-ക്കും. ഭൂമിയിലെ ഓരോ ഇഞ്ചും സ്കാൻ ചെയ്യുന്നതാണ് അവരുടെ ഉപഗ്രഹങ്ങൾ. ഇപ്പോൾ ലോകത്തെ ഏറ്റവും മികച്ച ഹാക്കർമാരെയും കോഡിംഗ് വിദഗ്ധരെയും രംഗത്തിറക്കി പരീക്ഷിക്കുകയാണ് രഹസ്യാന്വേഷണ ഏജൻസികൾ. പഴയ സൈനികൻ കൂടിയായ മുജ്തബയ്ക്ക് മൊസാദിൻ്റെയും CIA-യുടെയും പ്രവർത്തന രീതി നന്നായിട്ട് അറിയാം. അതും ഒരു വെല്ലുവിളിയാണ്. മുജ്തബ എവിടെയെന്ന് IRGC-യിലെ തന്നെ 2-3 പേർക്ക് മാത്രമേ അറിയൂ. സദ്ദാം ഹുസൈൻ ഉപയോഗിച്ച തന്ത്രമായ ബോഡി ഡബിൾ മുജ്തബയും ഉപയോഗിക്കുന്നുവെന്നും സംശയമുണ്ട്. അതായത് മുജ്തബയുടെ രൂപസാദൃശ്യമുള്ള ആളുകളെ കണ്ടെത്തി അവരെ മുന്നിൽ നിർത്തും. യഥാർത്ഥ മുജ്തബ സുരക്ഷിതനായിരിക്കും. സദ്ദാം ഹുസൈന് 7 ബോഡി ഡബിളുകൾ ഉണ്ടായിരുന്നുവെന്നാണ് CIA പറയുന്നത്. മുജ്തബ ഗുരുതരാവസ്ഥയിൽ ഇറാനിലെ തന്നെ ഏതോ ബങ്കറിൽ ചികിത്സയിലാണ് എന്നും റഷ്യയിൽ സുരക്ഷിതനാണ് എന്നും ഒക്കെ റിപ്പോർട്ടുകളുണ്ട്. പക്ഷേ സ്ഥിരീകരണമൊന്നുമില്ല. പഴയ USSR യുദ്ധങ്ങളിലും അമേരിക്കയുമായുള്ള ശീതയുദ്ധത്തിലും ഉപയോഗിച്ച ഉപകരണങ്ങളിൽ ഡിജിറ്റൽ സാങ്കേതിക വിദ്യയില്ല. ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഏറ്റവും ബേസിക്കായുള്ളതുമാണ്. അവയെ ട്രാക്ക് ചെയ്യാനോ നിരീക്ഷിക്കാനോ കഴിയില്ല. ഇപ്പോഴും ഏറ്റവും രഹസ്യാത്മകമായ ഓപ്പറേഷനുകളിൽ റഷ്യ ഇവയാണ് ഉപയോഗിക്കുന്നത്. ഈ ഉപകരണങ്ങളാകട്ടെ ഏറെക്കുറെ നശിച്ചു പോയിട്ടുമുണ്ട്. ഇവ സുരക്ഷിതമായ കൈവശം വെച്ചിരിക്കുന്നത് റഷ്യൻ പട്ടാളവുമാണ്. അതിനാൽ സാങ്കേതിക നിരീക്ഷണങ്ങളെയും ആക്രമണങ്ങളെയും പ്രതിരോധിക്കാൻ തക്കതായ സൗകര്യം റഷ്യയ്ക്ക് മാത്രമേ ഉള്ളൂ എന്ന് പറയാം. ഇറാൻ്റെ ഏറ്റവും അടുത്ത സഖ്യരാജ്യമാണ് റഷ്യ. കാസ്പിയൻ കടൽ വഴി നേരിട്ട് റഷ്യയിലേക്ക് സഞ്ചരിക്കാനും മുജ്തബയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടാകും. പരമോന്നത നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം മുജ്തബ ഖമനിയെ ലോകം കണ്ടിട്ടില്ല. പിതാവ് ആയത്തുള്ള അലി ഖമനിയുടെ മരണാനന്തര ചടങ്ങുകളിൽ പോലും അദ്ദേഹം ഉണ്ടായിരുന്നില്ല. 2 കോടിയിലധികം പേരാണ് അലി ഖമനിയുടെ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുത്തത്. പക്ഷേ CIA-യും മൊസാദും കാത്തിരുന്നത് മുജ്തബയായിരുന്നു. മുജ്തബയെ കണ്ടുകിട്ടിയിരുന്നുവെങ്കിൽ അദ്ദേഹത്തിൻ്റെ നീക്കങ്ങൾ ട്രാക്ക് ചെയ്യാൻ കഴിയുമായിരുന്നു. പിന്നെ മുജ്തബ എവിടെ പോയാലും സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ കണ്ടെത്താൻ അവർക്ക് കഴിയുമായിരുന്നു. മുജ്തബ വരാതായതോടെ ആ വഴി അടഞ്ഞു. IRGC-യെ ഏറെക്കാലമായി നിയന്ത്രിക്കുന്നത് മുജ്തബ ആയതിനാൽ അവരുടെ ഏറ്റവും കടുത്ത സുരക്ഷ അദ്ദേഹത്തിന് ഉണ്ട് എന്ന് അമേരിക്ക വിശ്വസിക്കുന്നു. 2001 അമേരിക്കൻ ഇരട്ട ടവറുകൾ ആക്രമിച്ച് 2000-ൽ കൂടുതൽ പേരെ കൊലപ്പെടുത്തിയ ഒസാമ ബിൻ ലാദനെ വധിക്കാൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞത് 10 വർഷത്തിന് ശേഷമാണ്. മുജ്തബയ്ക്ക് വേണ്ടിയുള്ള തെരച്ചിൽ അത്രയും നീളില്ല എന്നാണ് മൊസാദിൻ്റെയും CIA-യുടെയും പ്രതീക്ഷ.